അള്ളാഹു ഖുർആനില് ആയത്തല്ലേ ഇറക്കിക്കുള്ളൂ. അതേ ഉസ്താദേ, അള്ളാഹു ഖുർആനിൽ ആയത്ത് ഇറക്കി. അർത്ഥം പറഞ്ഞില്ലാതോ? അർത്ഥം ഇല്ലാണ്ട് ഒരു ആയത്തുണ്ടാവുക ഉസ്താദേ? ആയത്ത് പറഞ്ഞ എന്താ നിങ്ങൾ വിചാരിച്ച്? അതിനൊരു അർത്ഥം ഉണ്ടാവില്ല. ആയത്തിന് അർത്ഥം ഉണ്ടാവില്ല. ഇത് മഴ പെയ്യുന്ന പോലെ എപ്പാടിങ്ങ് പെയ്തു വിടല. ആയത്തിന് അർത്ഥം ഉണ്ടാവും. ജനങ്ങൾക്ക് മനസ്സിലാകണ്ട, പഠിക്കണ്ട, ജനങ്ങൾ അറിയണ്ട. ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഖുർആൻ അവതരിപ്പിച്ച്, അല്ലേ? ജനങ്ങൾ നോക്കിയാൽ, ഖുർആൻ തുറന്നാൽ ജനങ്ങൾക്ക് മനസ്സിലാകണം. ആ രൂപത്തിൽ ഏറ്റവും എളുപ്പം, ലോകത്തുള്ള ഏത് ഗ്രന്ഥത്തെക്കാളും ഏത് ബുക്കിനേക്കാളും എളുപ്പം വലക്കദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദക്കിർ. അത്രയും എളുപ്പമായിട്ടാണ് ഖുർആൻ അവതരിപ്പിച്ച്. എന്നിട്ട് അതെന്തിനാണ്? ജനങ്ങൾക്ക് മനസ്സിലാകാനാണ്. നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും മനുഷ്യർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഉസ്താദേ. എനിക്ക് 45 വയസ്സായി. അൽഹംദുലില്ലാ, നിങ്ങൾക്ക് 45 വയസ്സായി. പിന്നെ എനിക്കന്ന് 80 വയസ്സായി. അപ്പൊ എൻ്റെ ഒരു മോൻ്റെ അത്ര വയസ്സേ നിങ്ങൾക്കുള്ളൂ. നിങ്ങൾക്ക് 85. അല്ലാഹു തആല ആഫിയത്തോടെ ദീർഘായുസ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എനക്ക് മാത്രമല്ല, ഇങ്ങക്കും ആഫിയത്തോട് കൂടിയുള്ള, ഇങ്ങനെ തന്നെ എനക്ക് കിട്ടിയത്ര തന്നെ ആഫിയത്തോട് കൂടിയുള്ള ദീർഘായുസ് നിങ്ങൾക്കും അള്ളാഹു നൽകട്ടെ. ആഫിയത്തോടെയുള്ള ദീർഘായുസ് അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് രണ്ടാക്കും, നിങ്ങൾക്കും കിട്ടട്ടെ അതുപോലെ തന്നെ. പിന്നെ ഞാൻ ചോദിക്കും, നിങ്ങൾ പറയുന്നത് സ്വന്തത്തിൽ അർത്ഥം പറഞ്ഞാല് നരകത്ത് കിടക്കേണ്ടി വരും അല്ലേ? സ്വന്തം അർത്ഥം പറയാൻ പാടില്ലല്ലോ. സ്വന്തം അർത്ഥം ഖുർആൻ ഓതിയിട്ട് എന്തെങ്കിലും അർത്ഥം പറയുന്നത് പറ്റുമോ? ഖുർആൻ ഓതിയിട്ട് സ്വന്തം അർത്ഥം പറയാൻ പാടില്ല. അള്ളാഹ് പറഞ്ഞത് തന്നെ പറയണം. നിങ്ങൾ പറയുന്ന അർത്ഥം ആരാ പറഞ്ഞു? ഏത് മുഫസ്സിറാ പറഞ്ഞത്? ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞല്ല. മുഫസ്സിർ പറഞ്ഞ് ഞാട്ട് സ്വീകരിക്കില്ല. അള്ളാഹ് പറഞ്ഞ ഇവിടെ വെച്ചിട്ട് മുഫസ്സിർ പറയുന്ന സ്വീകരിക്കുന്നത് ആണോ? അള്ളാഹ് പറഞ്ഞ് അങ്ങ് മാറ്റി വെക്കുക, എന്നിട്ട് മുഫസ്സിർ പറയുന്നത് സ്വീകരിക്കല. അള്ളാഹ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടില്ലേ? ഇൻ തദൂഹും. എന്താ അവസ്ഥ അർത്ഥം? നിങ്ങൾ പള്ളി ദർശിലും വില്യാപ്പള്ളി പള്ളിയിലടക്കം, വില്യാപ്പള്ളിയല്ല ഏത് ജാതി ഉസ്താദ്മാരാ പഠിപ്പിച്ചു തന്നാ നിങ്ങൾ? കുഞ്ഞേറ്റി വേലാർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പണ്ഡിതനാണ്. ഓറുള്ള കാലത്തായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. ഓറൊക്കെ എത്ര കൃത്യമായിട്ട് പഠിപ്പിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇൻ തദൂഹും, അത് ഇതല്ല പറഞ്ഞതാ, വേറെ ഒരുത്തനും പറഞ്ഞല്ല. ഇൻ തദൂഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ. ഇത് ഉസ്താദ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? ചെറിയ കുഞ്ഞുങ്ങളോട് ചോദിച്ചു നോക്ക്. അറബി മദ്രസയിൽ അറബി പഠിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, ഓല ഒന്ന് ഓതി കേൾപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളോട് ചോദിക്കും ഇതിൻ്റെ അർത്ഥം എന്താ? ഓല് പറഞ്ഞു തരും ഉസ്താദേ. പിന്നെ അതൊന്ന് ദയവ് ചെയ്ത് പ്ലീസ് 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 ദയവ് ചെയ്ത്. നിങ്ങളെ പ്രായത്തിന് ഞാൻ മാനിക്കുന്നു. പ്രായത്തിന് നിങ്ങൾ മാനിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങൾക്കും എൻ്റെ അത്ര തന്നെ പ്രായം തരും ഇൻഷാ അല്ലാഹ്. പ്രായത്തിനെ മാനിക്കാത്ത എത്ര മൊയ്യന്മാരുണ്ട് ഇന്ന് ഗ്രൂപ്പിൽ. പ്രായത്തിന് തെറി പറയുന്ന മൊയ്യന്മാരുണ്ട് ഗ്രൂപ്പിൽ. നിങ്ങളതല്ലാലും പ്രായത്തിനെ മാനിക്കുന്നത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങൾക്കും എന്നേക്കാൾ പ്രായം തരും ഇൻഷാ അല്ലാഹ്. അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടിയത്? ഞാൻ അള്ളാഹു പറഞ്ഞതാ ഞാൻ പറയുന്നത്. ഇൻ തദൂഹും, ഇത് ഖുർആന്റെ വചനാണ്, ഇതൊരുത്തൻ്റെ വചനമല്ല. ഇൻ തദൂഹും, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ. ഇത് വേറെ ഒരുത്തനും പറഞ്ഞല്ല, ലോകത്ത് ഒരുത്തനും പറഞ്ഞല്ല, അള്ളാഹു പറഞ്ഞതാണ്. എന്റെ ഉപ്പാന്റെ വയസ്സായിട്ടില്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്താക്ക് ആ തഫ്സീർ ഒന്ന് കാണിച്ചേ. തഫ്സീർ ഞാൻ എടുത്തിട്ടില്ല ഉസ്താദ്, ഞാനിട്ട് എടുക്കില്ല. ഞാൻ അള്ളാഹ് പറഞ്ഞ അർത്ഥം ഉണ്ടല്ലോ, ഇൻ തദൂഹും, നിങ്ങൾ അവരെ വിളിച്ചു നോക്ക്. ലാ യസ്മൗ,
ലാ യസ്മഉ അവർ കേൾക്കുകയില്ല. 1-ാം ക്ലാസ്സിലെ കുട്ടി, 2-ാം ക്ലാസ്സിലെ, 3-ാം ക്ലാസ്സിലെ മദ്രസയിലെ കുട്ടികളോട് ചോദിച്ചു നോക്ക് ലാ യസ്മഉ എന്ന് പറഞ്ഞാൽ എന്താ, ഓല് പറഞ്ഞു തരൂ. ഓലിക്ക് ഇമാമും വേണ്ട, മുഫസ്സിറും വേണ്ട, തഫ്സീറും വേണ്ട. ഓലിക്ക് അറബി അങ്ങ് പറഞ്ഞു കൊടുത്താൽ ഓല് പറഞ്ഞോളൂ. നിങ്ങളെന്താ ഉസ്താദേ കുഞ്ഞേറ്റ് വലിയറിയൊക്കെ ശിക്ഷനായിട്ട് ഇങ്ങനെ ലാ യസ്മഉ എന്ന് ലാ യസ്മഉ എന്ന് പറഞ്ഞാൽ അതുപോലും തിരിയാത്ത ഒരാളായി പോയിട്ട് പിന്നെ നിങ്ങൾ എന്തിനാ ഇത്രയും കാലം ദർസിലൊക്കെ പഠിച്ച് എന്ത് കാര്യം ഉണ്ടായോ ഉസ്താദേ?